പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന് പ്രതിസന്ധി സൃഷ്ടിച്ച കൂടുതൽ എംപിമാർ വിമതപക്ഷത്തേക്കെന്ന് റിപ്പോർട്ട്. 2 ലോക്സഭാ എംപിമാർ കൂടി വിമതപക്ഷത്ത് ചേരുമെന്ന് കകോലി ഘോഷ് ദസ്തിദാർ അവകാശപ്പെട്ടു. ഇതോടെ ലോക്സഭയിൽ വിമതരുടെ അംഗബലം 22 ഉയരും. ബംഗാളിലെ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ തൃണമൂൽ കോൺഗ്രസിൽ ആഭ്യന്തര കലാപം രൂക്ഷമാകുകയാണ്. മമതാ ബാനർജിക്ക് കനത്ത തിരിച്ചടി നൽകി തൃണമൂലിൽ നിന്ന് കൂടുതൽ എംപിമാർ വിമതപക്ഷത്തേക്ക് നീങ്ങുകയാണെന്നാണ് പുതിയ വിവരം. 19 എംപിമാരാണ് ആദ്യം വിമതപക്ഷത്തുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് 22 എംപിമാരായെന്ന് വിമത എംപിമാരിൽ ഒരാളായ കകോലി ഘോഷ് ദസ്തിദാർ അവകാശപ്പെട്ടു. എന്നാൽ ഇവർ ആരാണെന്ന് ദസ്തിദാർ വെളിപ്പെടുത്തിയിട്ടില്ല. ആകെ 28 എംപിമാരാണ് തൃണമൂൽ കോൺഗ്രസിന് ലോക്സഭയിലുള്ളത്. ലോക്സഭയിൽ 28 എംപിമാരുള്ള പാർട്ടിയാണ് TMC. 22 എംപിമാർ പാർട്ടി വിട്ടാൽ അവർക്ക് കൂറുമാറ്റ നിരോധന നിയമം ബാധകമല്ല. തിങ്കളാഴ്ച സ്പീക്കറെ കണ്ട് സഭയിൽ പ്രത്യേക ബ്ലോക്കായി തങ്ങളെ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെടുമെന്ന് കകോലി ഘോഷ് അറിയിച്ചു. ഇവർ എൻഡിഎക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4-5 വർഷമായി പശ്ചിമ ബംഗാളിൽ നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ അതൃപ്തിയുള്ളവരാണ് തങ്ങളുമായി ബന്ധപ്പെടുന്നത് എന്ന് അവർ വ്യക്തമാക്കി. നിരവധി വിമത TMC എംപിമാരായ സയോണി ഘോഷ്, മാലാ റോയ്, ശതാബ്ദി റോയ്, അരൂപ് ചക്രവർത്തി, കകോലി ഘോഷ് ദസ്തിദാർ എന്നിവർ മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ ഭൂപേന്ദർ യാദവുമായി ചർച്ച നടത്തി. ഇത് BJPയുമായുള്ള സഹകരണത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. വർഷകാല സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാർ വനിതാ സംവരണ ഭേദഗതി ബിൽ വീണ്ടും അവതരിപ്പിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് വിമത എംപിമാർ എൻഡിഎക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവർ ഔദ്യോഗികമായി എൻഡിഎയുടെ ഭാഗമാകുമോ അതോ പ്രത്യേക ബ്ലോക്കായിരിക്കുമോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. അതിനിടെ തൃണമൂൽ കോൺഗ്രസ് സമീപ വർഷങ്ങളിലെ ഏറ്റവും വലിയ പാർലമെന്ററി പ്രതിസന്ധി നേരിടുന്നതിനെ മുതിർന്ന നേതാക്കളായ ഗൗതം ഭേബും ചന്ദ്രിമ ഭട്ടാചാര്യയും മമതാ ബാനർജിയുടെ വസതിയിലെത്തി സാഹചര്യങ്ങൾ ചർച്ച ചെയ്തു. തൃണമൂൽ കോൺഗ്രസിൽ ഭിന്നിപ്പ് രൂക്ഷമാക്കി നേതാക്കൾ കൂട്ടമായ BJP പക്ഷത്തേക്ക് ചേക്കേറിയതിനു പിന്നാലെ പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിൽ അഴിച്ചുപണിയുമായി മമതാ ബാനർജി രംഗത്തെത്തി. തൃണമൂൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് വിമത MP സയോനി ഘോഷിനെ നീക്കി പകരം അർണബ് ബാനർജിയെ നിയമിച്ചു. നോർത്ത് കൊൽക്കത്തയുടെ ചുമതലയിൽ നിന്ന് എംപിയായ സുദീപ് ബന്ദോപാധ്യായെ നീക്കി കുണാൽ ഘോഷിനെയും നിയമിച്ചു. വിമത തൃണമൂൽ എംപിമാരുമായി ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഞായറാഴ്ച ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്താനിരിക്കെയായിരുന്നു മമതയുടെ നിർണായക നീക്കം. വിമത എംപിമാർ തിങ്കളാഴ്ച ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെയും കാണുമെന്നാണ് വിവരം. കകോലി ഘോഷ് ദസ്തിദാറുടെ നേതൃത്വത്തിൽ 20ഓളം എംപിമാരാണ് സ്പീക്കറെ കാണാനിരിക്കുന്നത്. തങ്ങളാണ് യഥാർത്ഥ തൃണമൂലെന്ന് അംഗീകരിക്കണമെന്നും പ്രത്യേക ബ്ലോക്കായിരിക്കാൻ അനുവദിക്കണമെന്നും വിമതർ ആവശ്യപ്പെട്ടു. പാർട്ടിയുടെ ലോക്സഭാ നേതാവും മുതിർന്ന എംപിയുമായ സുദീപ് ബന്ദോപാധ്യായ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ശനിയാഴ്ച ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയായിരുന്നു അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ച. പാർട്ടി വിട്ട വിമത MP ശതാബ്ദി റോയും സുദീപ് ബന്ദോപാധ്യായ്ക്കൊപ്പം ഭൂപേന്ദർ യാദവിനെ സന്ദർശിച്ചിരുന്നു. ഔദ്യോഗിക പക്ഷമായി അംഗീകരിച്ചാൽ വിമതർ എൻഡിഎക്ക് പിന്തുണ പ്രഖ്യാപിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ഇതിനകം നിരവധി നേതാക്കളാണ് രാജിവെച്ചത്. രാജ്യസഭ MP സുഷ്മിതാ ദേവ് MP സ്ഥാനവും പാർട്ടി അംഗത്വവും ഉപേക്ഷിച്ചു. മുതിർന്ന നേതാവ് സുഗേന്ദബ ശേഖറേയും മാനസ് ഭൂനിയും പാർട്ടി വിട്ടവരുടെ കൂട്ടത്തിലുണ്ട്. വിമതരുടെ ക്യാമ്പിൽ യൂസഫ് പഠാൻ, അബൂ താഹിർ ഖാൻ, പാർത്ത ഭൌമിക്, ബാപ്പി ഹൽദാർ, സയോനി ഘോഷ്, രചന ബാനർജി, അസിത് മാൽ, കെ റഹ്മാൻ, ഷർമിള സർക്കാർ, ജൂൺ മലിയ, മാലാ റോയ്, ദേവ് അധികാരി, ശതാബ്ദി റോയ്, ജഗദീപ് ചന്ദ്ര ബർമ, അരൂപ് ചക്രവർത്തി എന്നിവരുൾപ്പെടെയുള്ളതായാണ് വിവരം. ഇവരെല്ലാവരും ഡൽഹിയിൽ എത്തിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.